കോഴിക്കോട് അത്തോളി പഞ്ചായത്തിൽ ഭരണസമിതി അംഗങ്ങളുടെ പ്രതിഷേധം. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കാത്തതിലാണ് പ്രതിഷേധം. ജൽജീവൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീറിനെയും 2 ഓവർസിയർമാരെയും ഓഫീസിൽ തടഞ്ഞുവെച്ചു. ബെൻസൺ ബാബു കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബെൻസൺ, എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? അനിഷ സൂചിപ്പിച്ചതുപോലെ അത്തോളി പഞ്ചായത്തിലെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണമായി പറയുന്നത് ഈ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി ഈ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു. ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ഇടുന്നതും മറ്റുമടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ റോഡുകളൊന്നും തന്നെ നന്നാക്കാത്തതിൽ വലിയ രീതിയിലുള്ള പരാതി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഇത് ദിവസങ്ങളായി ജലജീവൻ ഉദ്യോഗസ്ഥരെ AE അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടും അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉപരോധം ജലജീവൻ AE ബഷീറിനെയും അതുപോലെ തന്നെ 2 ഓവർസിയർമാരെയും പഞ്ചായത്ത് ഓഫീസിൽ തടഞ്ഞു വെച്ചുള്ള ഒരു ഉപരോധമാണ് ഇപ്പോൾ അത്തോളി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും അവിടെ ഈ ഉപരോധം തുടരുകയാണ്. നിലവിൽ അത്തോളി പോലീസ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയ ഒരു സമാധാന അന്തരീക്ഷത്തിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രതിഷേധം ഒരു കൃത്യമായ നടപടി സ്വീകരിക്കുന്നത് വരെ പ്രതിഷേധം തുടരാനാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ തീരുമാനം. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.